നമസ്കാരം. കുറേ നാളായില്ലേ ഒരു ലോങ് വീഡിയോ ചെയ്തിട്ട്. പൊതുവേ ഷോർട്ട് വീഡിയോ ആണല്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നൊരു ഷോപ്പിങ്ങിന് ഇറങ്ങുവാണ്. അപ്പോൾ ഒരു അത്യാവശ്യം ഉള്ളൊരു ലോങ് വീഡിയോ ചെയ്തു നോക്കാമെന്ന് വിചാരിക്കുകയാണ്. പൊതുവേ ഷോർട്ടാണ് നമ്മളെ വീഡിയോസ് അധികം ഉണ്ടാവാറുള്ളത്. നോക്കാം, ഒരു ട്രൈ ചെയ്ത് നോക്കാം അല്ലേ? ഓക്കെ, അപ്പോൾ കുറച്ച് കാഴ്ചകൾ കാണിക്കാൻ പറ്റുമെന്ന് നോക്കാം. ഒരു ട്രൈ. അപ്പോൾ പിന്നെ കോസ്കോയിലെത്തിയിട്ടുണ്ട്. കോസ്കോയിലാണ് ഇന്ന് ഷോപ്പിങ്ങിന് വന്നിരിക്കുന്നത്. നമ്മൾ ഫ്രണ്ട്സിൻ്റെ കൂടെയാണ് വന്നത്. ഷിബിനാണ് നമ്മൾ ഇന്നത്തെ ഡ്രൈവർ. ആര്യ ഉണ്ടല്ലോ പുറത്ത്. ആര്യ അങ്ങ് പുറകിലെത്തി. നല്ല മഴയാണ്. അപ്പോൾ കോസ്കോയിൽ കയറിയിട്ടാണ്. അപ്പോൾ കോസ്കോൻ്റെ ഉള്ളിൽ കയറി ഷോപ്പിംഗ് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം. ഇപ്പോൾ നമ്മൾ ഇലക്ട്രോണിക്സിൻ്റെ കുറച്ച് സെക്ഷനിലാണ് ഉള്ളത്. ജസ്റ്റ് ഒന്ന് ഇലക്ട്രോണിക്സിൻ്റെ സെക്ഷൻ കാണുമ്പോൾ സാധനങ്ങളൊന്ന് നോക്കുക എന്നുള്ളതിൽ മാത്രം കയറിയതാണ്. ഇലക്ട്രോണിക്സ് ഒന്നും പ്രത്യേകിച്ച് മേടിക്കുന്നില്ല. സാധനം ഒന്ന് കാണാം. നമ്മളെ എയർപോർട്ടൊക്കെ കണ്ടു. കംപ്ലീറ്റ് എയർപോർട്ടൊക്കെ ഇങ്ങനെ ചാകരയാക്കിയിട്ട് വെച്ചിട്ടാണ്. ഇവിടെ ഒരു ടീം മാക്ബുക്ക് എടുത്താലോ എന്നുള്ള തീരുമാനത്തിൽ ഇങ്ങനെ തപ്പി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. മാക്ബുക്കിലാണ് കളി. നോട്ടം മൊത്തം മാക്ബുക്കിലാണ്. DJയുടെ ഓസ്മോ പോക്കറ്റ് 3 ഉണ്ടോ, ഇങ്ങനെ 8 കണക്കിന് ആക്കിയിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പോക്കറ്റ് 3. കോസ്കോയിൽ വന്നിട്ട് കപ്പലണ്ടി മുട്ടായി കണ്ടിട്ട് എല്ലാം അതിൻ്റെ പാക്കറ്റിലാണ് ഇപ്പോൾ കളി. കപ്പലണ്ടി മുട്ടായി മേടിക്കുന്ന കോസ്കോയിൽ വന്ന് കപ്പലണ്ടി മുട്ടായി മാത്രം മേടിക്കുന്ന ടീം. ഈ വ്ളോഗേഴ്സായിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഏറ്റവും ഉപകാരപ്പെട്ട സാധനങ്ങളിലൊന്ന് Insta360 Go Ultra. ഇത് കണ്ടില്ലേ, ക്യാപ്പിൽ ഇങ്ങനെ വെച്ചിട്ടൊക്കെ പോവാം. നല്ല ക്ലാരിറ്റി വീഡിയോസ് കിട്ടും. അതുപോലെ തന്നെ Insta360 X5 നല്ല കിടില സാധനമാണ്. ഇതൊക്കെ ഇങ്ങനെ ചെറപറാ ഉണ്ട്, ഇഷ്ടംപോലെ ഉണ്ട്. ഇലക്ട്രോണിക്സിൻ്റെ സെക്ഷൻ ഇങ്ങനെ നീണ്ട് കിടക്കുവാണ്. അതിനപ്പുറം തന്നെ ഇഷ്ടംപോലെ നമ്മളെ വീട്ടു സാധനങ്ങളെ സെക്ഷൻസും ഒക്കെ ആയിട്ട് ഇങ്ങനെ കിടക്കുവാണ്. വേണ്ട വാഹനങ്ങളെ ഇതുമായി ബന്ധപ്പെട്ട സെക്ഷനാണ്. എല്ലാ സംഗതിയും ഇവിടെ ഉണ്ട് കേട്ടോ. കംപ്ലീറ്റ് സാധനങ്ങൾ നമുക്ക് എന്തൊക്കെ വേണം എന്നുള്ളത് ഒരു ലിസ്റ്റാക്കി ഇതിൻ്റെ ഉള്ളിൽ അങ്ങ് കയറിയാൽ മതി. മുഴുവൻ സംഗതികളുണ്ട്. ഒരു ടീം ഇവിടെ നിന്ന് കിച്ചൺ ഐറ്റംസിൻ്റെ തപ്പലാണ്. ഇതൊന്നും വാങ്ങൂലെങ്കിലും പ്രകടനം കണ്ടാൽ വിചാരിക്കും ഇതൊക്കെ ഇപ്പം മേടിച്ച് പാക്കറ്റിലാക്കുന്നതാണ്. ഇങ്ങനെ നോക്കി ഇതിൻ്റെ യൂസൊക്കെ നോക്കി അവിടെ തന്നെ വെക്കും. ടൂൾസിൻ്റെ സെക്ഷൻ എത്തിയിട്ട് ടൂൾസ്, എല്ലാ ടൈപ്പ് ടൂൾസും മോസ്റ്റ് മോഡേൺ ടൈപ്പ് ടൂൾസൊക്കെ അവൈലബിളാണ്. എല്ലാം നോക്കിയും കണ്ട് ഇങ്ങനെ പോവാണ്. കുറച്ച് സാധനങ്ങൾ നമ്മൾ അതിനിടയിൽ മേടിക്കുന്നുണ്ട്. എല്ലാം അങ്ങനെ മേടിക്കുന്നില്ല, എന്നാലും കുറച്ച് സാധനങ്ങൾ മേടിക്കുന്നുണ്ട്. കുറച്ചൊക്കെ ഇങ്ങനെ ഫില്ലാക്കിയിട്ട് ഇങ്ങനെ വന്നു. സാധനങ്ങൾ പല വെറൈറ്റി ഓഫ് ടൂൾസ് ഉണ്ട്. പെറ്റിൻ്റെ സെക്ഷനിലാണ്. നിനക്ക് വേണ്ട സാധനങ്ങളൊക്കെ എടുക്കും. പെറ്റ്സിൻ്റെ ഫുഡ് ആൻഡ് അതർ ഐറ്റം സെക്ഷനിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. ഞങ്ങളെന്തായാലും പെറ്റ്സ് ഞങ്ങൾക്ക് എന്തായാലും ഇല്ല, അങ്ങനെ ഉദ്ദേശം ഇപ്പോൾ ഇല്ല. അതുകൊണ്ട് ഈ സെക്ഷനിൽ തീരെ വേണ്ട. എന്നാലും ഇവരുടെ നടത്തം കണ്ടവർ ഇപ്പോൾ എന്തൊക്കെയോ വാങ്ങുന്നു. ഇത് കണ്ടില്ലേ, ഡ്രൈ ജാക്ക് ഫ്രൂട്ട്, നമ്മളെ ചക്ക ഒക്കെ നല്ല അടിപൊളി പാക്ക് ചെയ്ത് തന്നിട്ടുണ്ട്. ഡ്രൈ ജാക്ക് ഫ്രൂട്ട്, നല്ല മണം, ചക്കയുടെ നല്ല അടിപൊളി മണം, സൂപ്പർ. വെളിച്ചെണ്ണ കിടക്കുന്ന കിടപ്പ് വേണ്ട. ഇവിടത്തേക്ക് വരുന്നുണ്ടെന്ന് ഫ്രണ്ട്സിനോട് പറഞ്ഞപ്പം അമ്മമാർക്കെല്ലാം ഓരോന്ന് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ കംപ്ലീറ്റ് വെളിച്ചെണ്ണ കുറേ മേടിക്കേണ്ടി വന്നു. അങ്ങനെ ഡ്രസ്സിൻ്റെ സെക്ഷൻ കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചോക്ലേറ്റിൻ്റെ സെക്ഷനിലാണുള്ളത്. എൻ്റെ പ്രിയപ്പെട്ട സെക്ഷൻ. ഫുള്ളുള്ള സാധനങ്ങളൊക്കെ ഇവിടെ കുറേ ആൾ അറിയുന്നതാണ്. ലിക്കർ ഫിൽഡ് ചോക്ലേറ്റ്. ഇതെന്തായാലും ഒന്ന് എടുക്കും. മൊത്തം ചോക്ലേറ്റിൻ്റെ നടുവിൽ ഇങ്ങനെ നിന്നിട്ടേ എനിക്ക് ആകെ ഒരു എന്താ പറയണ്ടേ, എന്തൊക്കെ എടുക്കണം എന്നുള്ള ബേജാറാണ്. പക്ഷെ ചോക്ലേറ്റ് അധികം എടുക്കുന്നില്ല. ചോക്ലേറ്റ് തീറ്റ ഭയങ്കര കൂടുതലാണ്. അധികം എടുക്കുന്നില്ല.
എടുത്തോ, ആ എടുത്തോ. ചോക്ലേറ്റ്സ് എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ടും ചോക്ലേറ്റിൻ്റെ സെക്ഷൻ അങ്ങ് എത്തിയപ്പോൾ സാധനങ്ങൾ അങ്ങനെ കൂടാൻ തുടങ്ങി. അതൊരു സൈഡ് വലിവുണ്ട്. നല്ല ഫ്രഷ് ഫ്ലവേഴ്സ് വരെ ഉണ്ട് ഇവിടെ. നമ്മുടെ ജിം ആൾക്കാർക്ക് ഉള്ള നമ്മുടെ പ്രോട്ടീൻ പൗഡറും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉള്ള സെക്ഷൻസ് അതിങ്ങനെ നിരന്ന് കിടക്കുവാണ്. പല ടൈപ്പ് അതിൻ്റെ പൗഡേഴ്സ് ഉണ്ട്, ലിക്വിഡ്സ് ഉണ്ട്, എല്ലാ സാധനങ്ങളും ഉണ്ട്. ഇത് കണ്ടോ, പൈനാപ്പിൾ പീസസ് വിത്ത് കൊക്കനട്ട് വാട്ടർ. പൈനാപ്പിൾ നമ്മളെ തേങ്ങ വെള്ളത്തിൽ ഇട്ട് വെച്ച സാധനം, അടിപൊളിയാണ് സംഭവം. നമ്മളെ ഉപ്പിലിട്ട സാധനങ്ങളുണ്ടല്ലോ അതുപോലത്തെ പല ടൈപ്പ് സംഗതികളാണ്. ഉപ്പിലിട്ടത് മാത്രമല്ല, പല ടൈപ്പ് വെള്ളത്തിലിട്ടത്, കൊക്കനട്ട് പിന്നെ വാട്ടറിലിട്ട് വെച്ച പൈനാപ്പിൾ, അങ്ങനെ പല ടൈപ്പ് ഇതിനകത്തിട്ട് വെച്ച പല ഫ്രൂട്ട്സ് ഐറ്റംസ് ഉണ്ട് സംഗതി. നമ്മളെ ഈ ഫ്രോസൺ ഫുഡ് ഐറ്റംസിൻ്റെ ഒക്കെ സെക്ഷനിലാണ്. ഇവിടെ ഞാനൊരു ഇതുണ്ട്, നമ്മൾ പിന്നെ ഈ ഫിഷ് ഐറ്റംസിൻ്റെ ഭ്രാന്തനായതുകൊണ്ട് ഇത് കണ്ട്, ഇത് നോർവീജിയൻ കിങ് ക്രാബിൻ്റെ ക്ലസ്റ്റേഴ്സാണ്. ഇതിൻ്റെ കാലുകളുണ്ടല്ലോ, വലിയ ഞണ്ടിൻ്റെ, അത് മാത്രം പാക്ക് ചെയ്തതെന്നാണ്. അതേമാതിരി വലിപ്പമെന്നറിയോ, അതിങ്ങനെ കാണുമ്പം മനസ്സിലാവുമെന്നറിയില്ല. ഏകദേശം എൻ്റെ ഒരു കൈയുടെ ഒരു മുക്കാൽ ഭാഗത്തോളം ഉണ്ട് തോന്നുന്നുണ്ട് അതിൻ്റെ വലിപ്പം കണ്ടിട്ട്. അപ്പോൾ ആ ക്രാബിൻ്റെ ടോട്ടൽ വണ്ണം എന്തായിരിക്കും? ഇവിടുന്ന് അങ്ങോട്ട് വൈനിൻ്റെയും നമ്മളെ കുപ്പികളുടെയും കള്ളിൻ്റെയൊക്കെ ഫുൾ ഷോറൂം അങ്ങ് തുടങ്ങുവാണ്. അതിൻ്റെ ഉള്ളിലൂടെ ഒന്ന് പോയി നോക്കിയിട്ട് വരാം. അത് കണ്ട ഗിഫ്റ്റ് സെറ്റാണ്, നമ്മളെ ഐസ് ബക്കറ്റ് ഗിഫ്റ്റ് സെറ്റ് എന്ന് പറയും. അടിപൊളി. കുപ്പി ഇങ്ങനെ ഇതാക്കിയിട്ട് കൊടുക്കുക, അതിൻ്റെ ഗ്ലാസ് സെറ്റൊക്കെ ഉണ്ട്. മൊത്തത്തിൽ ഇങ്ങനെ ഇതൊരു സെക്ഷൻ മാത്രമാണ്, ഇങ്ങനത്തെ ഒരു 5 സെക്ഷൻ ഉണ്ട്. ഇതൊക്കെ ഗിഫ്റ്റ് സെറ്റുകളാണ്. ഗിഫ്റ്റ് സെറ്റ് ഉണ്ടോ, ഗിഫ്റ്റായിട്ട് കൊടുക്കാൻ പറ്റുന്ന ടൈപ്സാണ്. ബ്ലൂ ലേബൽ, നമ്മളെ ജേഡി ജെയിംസൺ ഉണ്ട്, ഡബിൾ ബ്ലാക്ക്, അങ്ങനെ സ്മിർനോഫ്, ഗ്ലെൻഫിഡിച്ച്, അങ്ങനെ അങ്ങ് പോകുന്നു. പല സാധനങ്ങളുടെയും ബണ്ടിൽ കണക്കിന് സാധനമാണ്. ബ്ലൂ ലേബലിൻ്റെ ഒക്കെ അടിപൊളി സംഭവം. ജെയിംസണും ജാക്ക് ഡാനിയൽസണും. ഇത് കണ്ടോ, ജോണി വാക്കറിൻ്റെ ഗിഫ്റ്റ് പാക്കാണ്, ലിമിറ്റഡ് എഡിഷൻ ഗിഫ്റ്റ് പാക്ക്. അടിപൊളി. പല ടൈപ്പ് ഡബിൾ ബ്ലാക്ക് ഉണ്ട് ഇവിടെ. ഗ്ലെൻഫിഡിച്ചിൻ്റെ ഗ്ലെൻഫിഡിച്ച് ഉണ്ട്. പിന്നെ ജെയിംസൻ്റെ ബ്ലാക്ക് ബാരൽ ഉണ്ട്, ഷിവാസ് ഉണ്ട്, അങ്ങനെ അങ്ങ് പോകുന്നുണ്ട് പല സാധനങ്ങളും. വോട്ട് കിട്ടി, എല്ലാവർക്കും ഉള്ള ഫുൾ ടീമിനുള്ള വോട്ട് കിട്ടി. ഇതാണ് സാധനം. അതങ്ങനെ വീട് പൊട്ടിച്ച തീർന്ന കേട്ടോ. നമ്മുടെ ജേഡിയുടെ ഹണി 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 നമ്മളെ ബോംബെ സഫയർ, അതിൻ്റെ
ഫുൾ കളക്ഷൻസ് ഉണ്ട്. ഇഷ്ടംപോലെ ഐറ്റംസ്, അറിയുന്നതും അറിയാത്തതും, പേരറിഞ്ഞതും അറിയാത്തതുമായിട്ടുള്ള ഇഷ്ടംപോലെ സാധനമുണ്ട്. ബെയിലീസ് ഇതൊരു അടിപൊളി സാധനമാണ്. ചിലയാൾക്ക് ഇഷ്ടപ്പെടും, ചിലയാൾക്ക് ഇഷ്ടപ്പെടില്ല. ബെയിലീസ് ക്രീം ഇവിടെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു സംഭവമാണ്. കറങ്ങിത്തിരിഞ്ഞ് പച്ചക്കറിയുടെ സെക്ഷനിലൊക്കെ എത്തി ഏകദേശം. ഓ, ഇത് എത്തുമ്പോഴത്തേക്ക് 2 ഈ ട്രോളി ഫില്ലായി, അപ്പുറത്തെ ട്രോളി ഫില്ലായി. ചെറിയ ഷോപ്പിങ്ങിന് നോക്കിയിട്ടൊക്കെ വാങ്ങാതെ വന്നതാണ്. വാങ്ങി ഇങ്ങനെയായി. ഇനിയും കുറേ സെക്ഷൻ കൂടി കവർ ചെയ്യാനുണ്ട്. എന്താവുമോ എന്തോ. ചക്ക കിട്ടിയ സന്തോഷത്തിൽ നിൽക്കുന്ന യുവതി. ചക്ക നല്ല പോർക്ക് റിബ് മേടിച്ചിട്ടുണ്ട്. ഇവിടെ കംപ്ലീറ്റ് നമ്മൾ ചൂടോടെയുള്ള ഫുഡ് കിട്ടും. പിന്നെ നമുക്കിവിടെ മൊത്തം മീറ്റ്, കണ്ട പോർക്ക്, ബീഫ്, ലാമ്പ്, സീ ഫുഡ് ഐറ്റംസ് അങ്ങനെ വരുന്ന സെക്ഷൻസാണ്. അത് നല്ല അടിപൊളി കിങ് പ്രോൺസ് ഒക്കെ നമുക്ക് സെറ്റല്ലേ. നമ്മളെ കല്ലുമുക്കായ ഉണ്ട്. സെക്ഷൻ കണ്ടോ, മീറ്റ് സെക്ഷനൊക്കെ. ബ്രിട്ടീഷ് ബീഫ് ഫ്ലാങ്ക് സ്റ്റേക്കാണ്. അവിടെ ഇഷ്ടംപോലെ സാൽമണിൻ്റെ വിവിധ സാൽമണുണ്ട്. നടന്ന് ബേക്കറി ഐറ്റംസിൻ്റെ അടുത്തെത്തി. 4 മണിക്കൂറിനടുത്തായി കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നടക്കും. സാധനങ്ങൾ വിചാരിച്ചതിലധികം പർച്ചേസായി. അയ്യോ, നോക്കാം. പർച്ചേസൊക്കെ ഏകദേശം കഴിഞ്ഞ് ബില്ലിംഗ് ലക്ഷ്യമാക്കിയുള്ള യാത്രയാണ്. ബില്ലിങ് ചെയ്തിട്ട് കാണാം. ചുമ്മാ കോസ്കോയിൽ പോയിട്ട് വരാം. ഇതുവരെ പോയിട്ടില്ല, കോസ്കോയിൽ ഇതുവരെ പർച്ചേസിന് പോയിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് കോസ്കോയിൽ വന്നിട്ട് ചുമ്മാ ഇങ്ങനെ നോക്കിയിട്ടെടുക്കാമെന്ന് പറഞ്ഞതായിരുന്നു. ഇപ്പം ഏകദേശം 2 ബില്ലും കൂടി നാട്ടിലത്തെ 1 ലക്ഷം രൂപയുടെ മുകളിലായി. ഞങ്ങളുടെ ബില്ല് മാത്രം 560 പൗണ്ടായി. നമുക്ക് ബില്ലിൻ്റെ വലിപ്പം നോക്കൂ. എന്താ മേടിച്ചതെന്ന് വെച്ചാൽ എന്തൊക്കെയോ മേടിച്ചിട്ടുണ്ട്. വീട്ടു സാധനങ്ങളൊക്കെ ആയിട്ട് അടിപൊളി മൊത്തം സാധനങ്ങൾ ഇത്രയായി. ഒടുവിൽ കോസ്കോയിലെ ഷോപ്പിംഗ് കഴിഞ്ഞിട്ടെത്തിയിട്ടുണ്ട്. ഈ വീഡിയോയുടെ അവസാനമാവാണ്. കുറച്ച് ഷോപ്പിംഗ് ചെയ്യാം, കോസ്കോ ഒന്ന് കാണാമെന്ന് പറഞ്ഞിട്ട് പോയാൽ നമ്മളാണ്. കണ്ടിട്ടുണ്ടാവുമല്ലോ ഒത്തിരി സാധനങ്ങൾ. അത് ഇവരുടെ ഒരു ട്രിക്ക് തന്നെയാണ്. അത് നമ്മളെയും പറഞ്ഞിട്ട് വരില്ല. അതൊരു മനുഷ്യൻ്റെ ഒരു ഇതാണ്. നമ്മളിങ്ങനെ കാണുമ്പോൾ ഓരോന്നോരോന്നായിട്ട് എടുത്തിട്ട് പോകും. പിന്നെ അവരിങ്ങനെ ബണ്ടിൽ കണക്കിന് സാധനം ഇങ്ങനെ നമ്മളെ മുന്നിൽ വെക്കുമ്പോൾ ചില സാധനങ്ങളൊക്കെ എടുത്തും പോകും. അപ്പം കുറച്ച് സാധനങ്ങൾ അധികമായി പോയെന്ന് പറഞ്ഞാൽ കുറച്ചധികമാണ്. പക്ഷേ ഇതൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള സാധനം തന്നെയാണ്. എന്തായാലും ഒരു 3 മാസത്തേക്ക് വേണ്ടുന്ന അത്യാവശ്യം വീട്ട് ഐറ്റംസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ അങ്ങനെയൊന്നുമില്ല. ഒരു ദിവസത്തെ ഷോപ്പിങ്ങിന് പോയ കോസ്കോയിൽ പോയൊരു അനുഭവം, അതൊരു വീഡിയോ ആയിട്ട് ചെയ്തതേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുന്നു കരുതുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ.